Swear I won't forget this, why do I regret this? In my mind reckless, thoughts are feeling endless. Sitting up I'm breathless, anxiety's infectious. I feel so defenseless, betrayed and embarrassed. രാധിക നല്ല ഉറക്കത്തിലാണ്. അതുകൊണ്ട് തന്നെ ഫോൺ റിങ് ചെയ്തപ്പോൾ അവൾ ആദ്യമൊന്നും കേട്ടില്ല. അടുത്ത് കിടന്നുറങ്ങുന്ന ഹരിനന്ദനാണ് ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് എഴുന്നേറ്റത്. രാധു, നിന്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കൂ. ഉറക്കത്തിന്റെ ആലസ്യത്തിൽ നിന്നും ഉണർന്ന രാധിക പെട്ടെന്ന് ഫോണെടുത്ത് പരിശോധിച്ചു. ദീപുവിന്റെ കൂട്ടുകാരിയാണല്ലോ നന്ദേട്ട, അവളെന്താ ഈ നേരത്ത്? ആകാംക്ഷയോടുകൂടിയാണ് രാധിക ഫോൺ അറ്റൻഡ് ചെയ്തത്. മോളെ മിത്ര, എന്താ ഈ നേരത്ത്? അപ്പുറത്തു നിന്നും മിത്ര പറയുന്നത് കേട്ട് രാധികയുടെ ചെവി രണ്ടും കൊട്ടിയടച്ചുപോയി. കയ്യിൽ നിന്നും ഫോൺ താഴെ വീണു. നന്ദേട്ടാ, നമ്മുടെ മോള്. അതും പറഞ്ഞുകൊണ്ട് അവർ റൂമിന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടി. എന്താണെന്നറിയാതെ താഴെ വീണ ഫോണും എടുത്ത് ഹരിനന്ദനും അവളുടെ പിന്നാലെ പോയി. ദീപികയുടെ റൂമിലെത്തിയ രാധിക പകച്ചു നിന്നു. ആക്സിഡന്റ് പറ്റി ദീപിക ഹോസ്പിറ്റലിലാണെന്ന് മിത്ര പറഞ്ഞുവെങ്കിലും രാധികയുടെ മനസ്സ് അത് അംഗീകരിച്ചിരുന്നില്ല. മിത്രയ്ക്ക് തെറ്റുപറ്റിയതാണ്, ദീപിക റൂമിൽ തന്നെ ഉണ്ട് എന്നതായിരുന്നു അവരുടെ വിശ്വാസം. എന്നാൽ ദീപികയുടെ റൂമിന്റെ തുറന്നു കിടക്കുന്ന വാതിൽ കണ്ടതോടെ രാധിക അവിടെ തളർന്നു വീണു. റൂമിനുള്ളിൽ മകളെ കാണാത്തതിനാലും കാര്യങ്ങളുടെ വ്യക്തത മനസ്സിലാകാത്തതിനാലും ഹരിനന്ദൻ കയ്യിലെ ഫോൺ ഓൺ ചെയ്ത് ലാസ്റ്റ് വന്ന നമ്പറിലേക്ക് കോൾ ചെയ്തു. ഹലോ മോളെ, എന്താ സംഭവിച്ചത്? ദീപികയുടെ അമ്മയുടെ ശബ്ദത്തിന് പകരം ഒരു പുരുഷ ശബ്ദം കേട്ടതും മിത്രയുടെ നെറ്റി ചുളിഞ്ഞു. ഇതാരാ സംസാരിക്കുന്നത്? സംശയത്തോടെ മിത്ര ചോദിച്ചു. ഞാൻ ഹരിനന്ദൻ, അവളുടെ അച്ഛനാണ്. അങ്കിൾ എന്നാണ് വന്നത്? ദീപു ഒന്നും പറഞ്ഞില്ലല്ലോ. അതെല്ലാം നമുക്ക് ഇവിടെ വന്ന് സംസാരിക്കാം. എത്രയും പെട്ടെന്ന് അങ്കിൾ ആൻറ്റിയെയും കൂട്ടി സിറ്റി ഹോസ്പിറ്റലിലേക്ക് വരൂ. എന്തിനാണ് തങ്ങളുടെ മകൾ ഒറ്റയ്ക്ക് വാതിലും തുറന്ന് പുറത്തേക്ക് പോയതെന്ന് എത്ര ആലോചിച്ചിട്ടും ആ അച്ഛനും അമ്മയ്ക്കും മനസ്സിലായില്ല. അവളെ അലട്ടുന്ന എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് ആ അച്ഛന് മനസ്സിലായി കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ ആഴ്ചയിലാണ് അച്ഛൻ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തണം, ഇല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് ദീപിക ഹരിനന്ദനെ വിളിച്ച് ഭീഷണി മുഴക്കുന്നത്. കുറച്ച് കടങ്ങൾ ഉള്ളത് വീട്ടിയതിനു ശേഷം അടുത്ത വർഷം നാട്ടിലേക്ക് വരാൻ ഇരിക്കുകയായിരുന്നു അയാൾ. അപ്പോഴാണ് ദീപികയുടെ കരഞ്ഞുകൊണ്ടുള്ള വിളി. ഇന്ന് രാവിലെയാണ് ലീവ് കിട്ടി അയാൾ നാട്ടിലെത്തുന്നത്. അമ്മയും മകളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകും എന്നതായിരുന്നു നാട്ടിലെത്തുന്നതുവരെയുള്ള അയാളുടെ കണക്കുകൂട്ടൽ. എന്നാൽ രാധികയോട് സംസാരിച്ചപ്പോഴാണ് അവൾക്കും ഇതിനെക്കുറിച്ച് വലിയ പിടിപാടൊന്നുമില്ലെന്ന് മനസ്സിലായത്. ഇന്നത്തെ ഒരു ദിവസം അവളെ സ്വസ്ഥമായി ഉറങ്ങാൻ വിട്ടിട്ട് നാളെ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു അയാൾ. തന്റെ മകൾ ആത്മഹത്യ ചെയ്യുന്നത് എന്തിനെന്ന് എത്ര ആലോചിച്ചിട്ടും അയാൾക്കൊരു പിടുത്തവും കിട്ടിയില്ല. അവളുടെ ആവശ്യപ്രകാരമല്ലേ താൻ ഇവിടെ എത്തിയത്? അവളെ അലട്ടുന്ന പ്രശ്നങ്ങൾ എന്തു തന്നെയായാലും തന്നോട് സംസാരിച്ചതിന് ശേഷമല്ലേ ഇങ്ങനെയൊരു കടുത്ത തീരുമാനം എടുക്കാവുള്ളൂ. സിറ്റി ഹോസ്പിറ്റലിലേക്ക് കാർ ഡ്രൈവ് ചെയ്യുകയാണ് അയാൾ. പലവിധ ചിന്തകളാൽ മുഖരിതമാണ് അയാളുടെ മനസ്സ്. ഇടയ്ക്കിടയ്ക്ക് അയാളുടെ മിഴികൾ അടുത്തിരിക്കുന്നവളിലേക്ക് പാറി വീഴുന്നുണ്ട്. മകൾ ആത്മഹത്യക്ക് ശ്രമിച്ച് ഹോസ്പിറ്റലിലാണ് എന്ന വാർത്ത പെട്ടെന്ന് കേൾക്കുന്ന ഒരമ്മയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? തന്റെ കുട്ടിക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ ദൈവമേ, അയാൾ മനമുരുകി പ്രാർത്ഥിച്ചു. രാധികയെ താങ്ങിപ്പിടിച്ചുകൊണ്ടാണ് അയാൾ ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിലെത്തിയത്. അവരെ കണ്ടതും മിത്ര അവർക്കരികിലേക്ക് ഓടിയെത്തി. ആൻറ്റി വിഷമിക്കാതിരിക്കൂ, ആക്സിഡന്റിൽ കാലിന്റെ എല്ല് ഒടിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഓപ്പറേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദീപുവിന് വേറെ കുഴപ്പമൊന്നുമില്ല. അങ്കിൾ ആൻറ്റിയെ ആ ചെയറിലേക്ക് ഇരുത്തിക്കൊള്ളൂ. ഹരിനന്ദൻ രാധികയുമായി ചെയറിലേക്ക് ഇരുന്നു. രാധിക അയാളുടെ തോളിൽ ചാരിയിരുന്ന് ഏങ്ങലടിക്കുന്നുണ്ട്. മിത്ര ഹരിനന്ദന്റെ അരികിലേക്ക് ചെന്നിരുന്നു. അങ്കിൾ വരുന്ന വിവരം ദീപു എന്നോട് പറഞ്ഞിരുന്നില്ല. അങ്കിൾ എന്നാ വന്നത്? മിത്ര അയാളുടെ കൈകളിൽ തന്റെ കൈത്തലം അമർത്തിക്കൊണ്ട് ചോദിച്ചു. ഞാൻ ഇന്ന് രാവിലെ, അയാൾ നിർവികാരതയോടെ പറഞ്ഞു. അങ്കിൾ, ഞാൻ ചോദിക്കുന്നത് കൊണ്ടൊന്നും വിചാരിക്കരുത്. വീട്ടിൽ അവൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? എൻ്റെ അറിവിൽ സ്നേഹമുള്ള ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മകളാണവൾ. അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നും അവൾക്കൊരു പ്രശ്നം നേരിടേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹരിനന്ദൻ മിത്രയുടെ മുഖത്തേക്ക് അല്പനേരം നോക്കിയിരുന്നു. മോളുടെ പേര്? അഗ്നിമിത്ര. അങ്കിൾ എന്നെ മിത്രയെന്ന് വിളിച്ചോ? ഓ, അഗ്നിമിത്രയാണോ താൻ? മോൾ ഒത്തിരി പറഞ്ഞിരിക്കുന്നു അവളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിയെക്കുറിച്ച്. എനിക്ക് മിത്രയോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ചോദിക്കുമെങ്കിൽ എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ മറുപടി തരാം. അവൾക്ക് ആരോടെങ്കിലും പ്രണയമുണ്ടായിരുന്നോ? മിത്ര എന്നോട് നുണ പറയരുത്. ആ ചോദ്യം വിശ്വസിക്കാനാകാതെ മിത്ര അയാളുടെ മുഖത്തേക്ക് തുറിച്ചു നോക്കി. അങ്കിളിന് ഇങ്ങനെയൊരു സംശയം തോന്നാൻ എന്താ കാരണം? ഞാൻ ചോദിച്ചതിന് മറുപടി തരൂ മിത്ര. ഞാനും അവളുടെ അമ്മയും കഴിഞ്ഞാൽ മോൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൾ നീയാണ്. അവളിലെ രഹസ്യങ്ങൾ നീ അറിയാതിരിക്കില്ല. നിന്നോടവൾ പറയാതിരിക്കുകയുമില്ല. അയാളുടെ സ്വരത്തിൽ ഒരു അച്ഛൻ്റെ വേവലാതി നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അതവൾക്ക് മനസ്സിലാവുകയും ചെയ്തു. അങ്കിൾ, എൻ്റെ അറിവിൽ ദീപുവിന് ആരോടും പ്രണയമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്കിൾ പറഞ്ഞത് ശരിയാണ്. അതാദ്യം അറിയുന്നത് ഞാൻ തന്നെയായിരിക്കും. അവൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്കറിയാം.
അതൊരിക്കലും അങ്കിൾ വിചാരിക്കുന്നത് പോലെ ഒരു പ്രണയമല്ല. കുറച്ച് ദിവസമായിട്ട് അവൾക്ക് എന്നോട് ഒരു അടുപ്പവുമില്ലായിരുന്നു. വളരെ വിഷാദാവസ്ഥയിലാണ് അവൾ ക്ലാസ്സിൽ ഇരുന്നിരുന്നത്. ഒരുപാട് ചോദിച്ചു എന്താ പ്രശ്നമെന്ന്. ഞാൻ മരിക്കുമ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ എന്നിലൂടെ ഇല്ലാതായിക്കോട്ടെ എന്നാണ് ഞാൻ ചോദിക്കുമ്പോഴെല്ലാം അവൾ എനിക്ക് തരുന്ന മറുപടി. ഒരു പ്രോജക്റ്റിന്റെ വർക്കിൽപ്പെട്ടതുകൊണ്ട് എനിക്ക് അവളെ കാര്യമായി ശ്രദ്ധിക്കാനും കഴിഞ്ഞില്ല. മിത്ര പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിലും അയാൾ ഗഹനമായ ആലോചനയിലായിരുന്നു. അവരുടെ സംഭാഷണങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് സിദ്ധുവും കിഷോറും അടുത്തു തന്നെയുണ്ട്. രാധിക അയാളുടെ തോളിൽ നിന്നും തല ഉയർത്തി ചുവരിലേക്ക് തലചായ്ച്ചിരിക്കുന്നുണ്ട്. 2-3 ദിവസമായി അവൾ എന്നെ വിളിച്ചു വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു. എത്രയും പെട്ടെന്ന് അച്ഛൻ നാട്ടിലെത്തിയില്ലെങ്കിൽ അവൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒടുവിൽ ഭാര്യയ്ക്ക് സുഖമില്ലെന്ന് കമ്പനിയിൽ പറഞ്ഞിട്ടാണ് എനിക്ക് കമ്പനി ലീവ് അനുവദിച്ചു തന്നത്. എമർജൻസി ടിക്കറ്റ് എടുത്തതുകൊണ്ട് ഇന്നലെ രാത്രി തന്നെ കയറിപ്പോന്നു. എന്നെ കണ്ടപ്പോൾ വലിയ സന്തോഷമൊന്നും ഞാൻ അവളുടെ മുഖത്ത് കണ്ടില്ല. ഇന്നത്തെ ഒരു ദിവസം അവൾ റെസ്റ്റ് എടുക്കട്ടെ, നാളെ എല്ലാം വിശദമായി ചോദിച്ചറിയാമെന്ന് ഞാനും കരുതി. അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിയത്. നിങ്ങളുടെ മകളുടെ മാനസികാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണമായിരുന്നു. വന്ന ഉടനെ തന്നെ അവളോട് കാര്യങ്ങൾ ചോദിച്ചറിയണമായിരുന്നു. അതിനൊന്നും മെനക്കെടാതെ ഇന്നത്തെ ദിവസം അവൾക്ക് റെസ്റ്റ് കൊടുത്തു എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല മിസ്റ്റർ ഹരിനന്ദൻ. ഇത്രയും മാനസിക വ്യഥ അനുഭവിക്കുന്ന ഒരു കുട്ടിയെ തനിച്ചൊരു റൂമിൽ കിടത്തിയിട്ട് നിങ്ങൾ ഭാര്യയും ഭർത്താവും മറ്റൊരു റൂമിൽ പോയി കിടന്നുവല്ലേ? മകളോടൊപ്പമാണ് നിങ്ങൾ കിടന്നിരുന്നതെങ്കിൽ അവൾ മിസ്സിംഗ് ആയത് നിങ്ങൾ അറിയുമായിരുന്നു. എല്ലാം കേട്ടുനിന്ന കിഷോറിന്റെ രോക്ഷം വാക്കുകളായി പുറത്തേക്ക് ചാടി. കിച്ചു, നീ മിണ്ടാതെ നിൽക്ക്, അവര് സംസാരിക്കട്ടെ. ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് മിണ്ടാതെ നിൽക്കാൻ കഴിയില്ല സിദ്ധു. കാരണം ഞാനൊരു പോലീസ് ഓഫീസറാണ്. പോലീസ് ഓഫീസർ എന്ന് കേട്ടതും ഒരു ഞെട്ടലോടെ ഹരിനന്ദനും രാധികയും കിഷോറിനെ നോക്കി. അവൻ അവരോടെന്തോ പറയാൻ തുടങ്ങുമ്പോഴാണ് തിയേറ്ററിന്റെ വാതിൽ തുറന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നത്. ദീപികയുടെ ബന്ധുക്കൾ? ഡോക്ടർക്ക് പിന്നാലെ പുറത്തേക്ക് വന്ന സിസ്റ്റർ ഉറക്കെ വിളിച്ചു ചോദിച്ചു. ഹരിനന്ദനും രാധികയും ഇരിക്കുന്നിടത്തു നിന്നും എഴുന്നേറ്റ് ഡോക്ടറുടെ അടുത്തേക്ക് ഓടി. പിന്നാലെ കിഷോറും സിദ്ധുവും മിത്രയും. ഡോക്ടർ, എൻ്റെ മോൾക്ക് നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് അയാൾ ചോദിച്ചു. ദീപികയുടെ അച്ഛനും അമ്മയുമാണോ? ഡോക്ടർ ഹരിനന്ദന്റെ നേർക്ക് നോക്കി ചോദിച്ചു. അതെ ഡോക്ടർ. ദീപികയുടെ വലത്തെ കാലിന്റെ തുടയെല്ലാണ് പൊട്ടിയിട്ടുള്ളത്. അത് ഓപ്പറേഷൻ ചെയ്തു. കാലിലെ മുറിവ് ആക്സിഡന്റിൽ സംഭവിച്ചിട്ടുള്ളതാണ്. എന്നാൽ ആ കുട്ടിയുടെ തലയുടെ ബാക്ക് ഭാഗത്ത് ആഴത്തിലുള്ളൊരു മുറിവുണ്ട്. അതൊരിക്കലും ആക്സിഡന്റ് മൂലം സംഭവിച്ചതല്ല. കനമുള്ള ഇരുമ്പ് വടിയോ മറ്റോ ഉപയോഗിച്ച് ശക്തിയായി പ്രഹരിച്ചിട്ടുള്ളതാണ്. എന്തായാലും ഞാൻ പോലീസിന് ഇൻഫർമേഷൻ കൊടുക്കാൻ പോവുകയാണ്. സത്യത്തിൽ ഇതൊരു ആക്സിഡന്റ് കേസല്ല, കൊലപാതക ശ്രമമാണ്. അതുകൊണ്ട് എനിക്ക് കംപ്ലൈന്റ് കൊടുക്കാതിരിക്കാൻ കഴിയില്ല. ഒരു നടുക്കം ഹരിനന്ദന്റെയും രാധികയുടെയും മിത്രയുടെയും ഉള്ളിലൂടെ കടന്നുപോയി. ഡോക്ടറുടെ കംപ്ലൈന്റ് സ്റ്റേഷനിൽ എത്തിയതിനാൽ കിഷോറിന്റെ നിർദ്ദേശപ്രകാരം ASI രാമകൃഷ്ണൻ ദീപികയുടെ മൊഴിയെടുക്കാനായി ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. കുറച്ചു നേരം മുൻപാണ് ദീപികയ്ക്ക് ബോധം തെളിഞ്ഞു എന്നും ഇപ്പോൾ സംസാരിക്കുന്നതിൽ കുഴപ്പമില്ലെന്നും ഒരു സിസ്റ്റർ വന്നറിയിച്ചത്. രാമകൃഷ്ണനും കിഷോറും സിദ്ധുവും മാറി നിന്ന് സംസാരിക്കുന്നിടത്തേക്ക് മിത്ര നടന്നു ചെന്നു. ഞാനൊന്ന് സംസാരിച്ചോട്ടെ, അതിനുശേഷം നിങ്ങൾക്ക് മൊഴിയെടുത്താൽ പോരെ? കിഷോർ അവളുടെ നേർക്ക് ഗൗരവത്തിൽ ഒന്ന് നോക്കി. പറ്റില്ല, ഞാൻ മൊഴിയെടുത്തതിന് ശേഷം നിനക്ക് സംസാരിക്കാം. അല്ലെങ്കിൽ തന്നെ നിനക്ക് പോലീസിനേക്കാൾ മുന്നേ കയറി സംസാരിക്കേണ്ട കാര്യമെന്താണ്? അവന്റെ ചോദ്യം കേട്ടതും അവൾക്ക് എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നി. എന്നാൽ അവൻ ഒരു പോലീസ് ഓഫീസറാണ് എന്ന കാരണത്താൽ ആ ദേഷ്യത്തെ അവൾ അങ്ങ് ഒതുക്കി. ASI രാമകൃഷ്ണനോടൊപ്പമാണ് കിഷോർ ICUവിന്റെ ഉള്ളിലേക്ക് കടന്നത്. സീലിംഗിലേക്ക് നോക്കി കണ്ണു തുറന്ന് കിടക്കുന്നുണ്ട് ദീപിക. അടുത്ത ആളനക്കം കേട്ടതുകൊണ്ടാണ് അവൾ തലചിരിച്ച് നോക്കിയത്. പോലീസ് ഓഫീസർമാരെ കണ്ടതും അവളുടെ കണ്ണുകളിൽ ഭയം നിഴലിച്ചു. കിഷോർ യൂണിഫോമിലല്ലെങ്കിലും അവനൊരു പോലീസ് ഓഫീസറാണെന്ന് ദീപികയ്ക്ക് വ്യക്തമായി അറിയാം. കിഷോറിനിരിക്കാനായി നഴ്സ് ഒരു സ്റ്റൂൾ നീക്കിയിട്ട് കൊടുത്തു. ബെഡിനോട് ചാരി നിന്നുകൊണ്ട് അവൾ പറയുന്നത് എഴുതാനെന്ന പോലെ രാമകൃഷ്ണനും തയ്യാറായി. ദീപിക ഹരിനന്ദൻ. കിഷോർ വിളിച്ചതും അവളുടെ മുഖത്ത് പരിഭ്രാന്തി നിറയുന്നത് അവൻ വ്യക്തമായി കണ്ടു. ആറിയോ ഓക്കെ? അവൾ പതിയെ മൂളി. ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും, അതിന് ദീപിക വ്യക്തമായ മറുപടി തരണം. ഓക്കെ. ദീപികയുടെ മറുപടി കേട്ട് കിഷോർ തള്ളവിരൽ ഉയർത്തി തമ്പ് കാണിച്ചു. ദീപിക എന്തിനാണ് കാറിന്റെ മുന്നിലേക്ക് ചാടിയത്? ആത്മഹത്യ ചെയ്യാനാണോ? കിഷോറിന്റെ ചോദ്യത്തിനുള്ള മറുപടി മൗനമായിരുന്നു. ദീപിക ചോദിച്ചത് കേട്ടില്ലേ? തന്നെ നോക്കുന്ന ദീപികയുടെ മിഴികളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഭയമാണെന്ന് അവളെ സശ്രദ്ധം വീക്ഷിച്ചുകൊണ്ടിരുന്ന കിഷോറിന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ലായിരുന്നു. ദീപിക എന്തിനാണ് കാറിന്റെ മുന്നിലേക്ക് ചാടിയത്? ആത്മഹത്യ ചെയ്യാനാണോ? കിഷോർ ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിച്ചു. പതിയെയായിരുന്നു ആ മൂളൽ. ആണോ ദീപിക? ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തന്നെയാണോ കാറിന് മുന്നിൽ ചാടിയത്? ഇത്തവണ ചോദിക്കുമ്പോൾ കിഷോർ കാർക്കശ്യമുള്ള പോലീസ് ഓഫീസറായി മാറിയിരുന്നു.
എന്നാൽ അന്നേരം ദീപികയുടെ മുഖത്ത് ഭയത്തിനു പകരം നിശ്ചയദാർഢ്യം ഉടലെടുത്തിരുന്നു. അതെ, അവൾ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നാൻ എന്തായിരുന്നു കാരണം? എനിക്കൊരാളെ ഇഷ്ടമായിരുന്നു. അയാളെ അല്ലാതെ ഞാൻ വേറെ ആരെയും വിവാഹം കഴിക്കില്ല. എൻ്റെ അച്ഛനും അമ്മയും ആ വിവാഹത്തിന് സമ്മതിക്കില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ ഞാൻ അങ്ങനെ. കിഷോർ കണ്ണുകൾ ചുരുക്കി അവളെ ഒന്ന് നോക്കി. ആത്മഹത്യ ചെയ്യണമെങ്കിൽ വീട്ടിൽ തന്നെ ഒരുപാട് മാർഗങ്ങളില്ലേ ദീപിക ഹരിനന്ദൻ? അതിന് പാതിരാത്രിയിൽ പുറത്തിറങ്ങി വന്ന് കാറിന് മുന്നിൽ ചാടേണ്ട കാര്യമുണ്ടോ? അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ തല ചരിച്ചു കിടന്നു. വീട്ടിനുള്ളിൽ തന്നെ ഒത്തിരി മാർഗങ്ങൾ ഉണ്ടെന്നറിയാം. തൂങ്ങി മരിക്കാൻ എനിക്ക് പേടിയാ. കൈയിൻ്റെ ഞരമ്പ് മുറിക്കാനും പേടിയാ. അപ്പോൾ പിന്നെ ഞാൻ കണ്ട ഒരു മാർഗം ഇതാണ്. കിഷോറിൻ്റെ ഗൗരവം നിറഞ്ഞ മുഖത്ത് ഒരു ചെറു പുഞ്ചിരി വിടർന്നു. ഏതായാലും മരിക്കാൻ തീരുമാനിച്ചു, പിന്നെന്തിനാ പേടിക്കുന്നത്? അപ്പോൾ നീ പറഞ്ഞു വരുന്നത് ആത്മഹത്യക്ക് ശ്രമിച്ചതാണെന്നല്ലേ? അങ്ങനെയെങ്കിൽ ഞാനൊരു സംശയം ചോദിക്കട്ടെ? അവൾ എന്തേ എന്ന ചോദ്യഭാവത്തോടെ അവനെ നോക്കി. നിന്റെ തലയ്ക്ക് പിറകിൽ ആരാ അടിച്ചത്? അതൊരിക്കലും ആക്സിഡന്റിൽ സംഭവിച്ചതല്ല. ആണെന്ന് നീ പറഞ്ഞാലും അല്ലെന്ന് സമർത്ഥിക്കാൻ എൻ്റെ കയ്യിൽ മെഡിക്കൽ റിപ്പോർട്ടുണ്ട്. ദീപിക കുറച്ചുനേരം അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കിടന്നു. സാർ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് പേടിയൊന്നുമില്ലായിരുന്നു. ഇരുട്ടിലേക്ക് ഇറങ്ങി നടന്നപ്പോൾ ആദ്യത്തെ ധൈര്യമൊക്കെ പോയി. അന്നേരം ഞാൻ മെയിൻ റോഡിലേക്ക് ഓടുകയായിരുന്നു. അവൾ ഒരു നിമിഷം നിർത്തി, പിന്നെ പതിയെ തുടർന്നു. അപ്പോഴാണ് ഇടവഴിയിൽ നിന്നും 2-3 പേർ എൻ്റെ നേർക്ക് വന്നത്. അവരുടെ കയ്യിൽ എന്തൊക്കെയോ ആയുധങ്ങളുണ്ടായിരുന്നു. മെയിൻ റോഡിലേക്ക് കയറുന്ന നിമിഷത്തിലാണ് അതിലൊരാളുടെ കയ്യിൽ നിന്നും എനിക്ക് അടി കൊള്ളുന്നത്. അടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് ഞാൻ തെറിച്ചതും കാർ വന്നിടിച്ചതും ഒപ്പമായിരുന്നു. പറഞ്ഞു നിർത്തിയതും അവൾ കിഷോറിൻ്റെ മുഖത്തേക്ക് നോക്കി. അന്നേരം പുറത്ത് കാണിക്കാതെ ഉള്ളിൻ്റെ ഉള്ളിൽ ചിരിച്ചുപോയി കിഷോർ. അപ്പോൾ സത്യം ഇങ്ങനെയാണ് അല്ലേ? ഓക്കെ, നമുക്ക് 2 ദിവസം കഴിഞ്ഞ് കാണാം. അന്നേരം ഞാൻ കുറച്ചുകൂടി കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാം. അതിനും ഇതുപോലെ കറക്റ്റ് ഉത്തരം പറയണം. കേട്ടോ ദീപിക ഹരിനന്ദൻ? അവളുടെ നേർക്ക് നോക്കി പുച്ഛത്തിലൊന്ന് ചെറികോട്ടിയിട്ട് കിഷോർ രാമകൃഷ്ണനെയും കൂട്ടി പുറത്തേക്ക് പോയി. Ocean filled up with emotion, anger ain't a potion, rub it on like lotion, I can feel it soaking, reopen